ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സ് ഓറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തേക്കുള്ള തേഴ്സ്ഡേ അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ ഇൻട്രാഡേ അനാലിസിസ് നാളത്തേക്കുള്ള ചെയ്യും. അപ്പോൾ ഇന്ന് വെനസ്ഡേ. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്ന ലെവൽ 24,300 ഇന്നലെ മീറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തുകയാണ് ചെയ്തത്, ബെയറിഷ് മൂവ്മെന്റ് നടത്തി. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായി. ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ട് നമ്മുടെ നിഫ്റ്റി 50-ൽ. ഓക്കെ, അപ്പോൾ ഇന്ന് എടുത്ത് പറയാനാണെങ്കിൽ തുടക്കത്തിൽ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ, ട്യൂസ്ഡേ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെങ്കിലും പിന്നീട് അതിനുശേഷം ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് നൽകിയത്. കാര്യം 24,300 നമ്മൾ പറഞ്ഞ പോലെ റീട്രേസ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്തില്ല മാർക്കറ്റ്. അതിന് പകരം മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഗ്യാപ്പും ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 24,207 ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 24,207.75, നെഗറ്റീവ് 126 പോയിന്റ്സ് ഡൗൺ, 0.52% ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈ 126 പോയിന്റ്സ് ഡൗൺ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ നിഫ്റ്റിയിൽ ഒരു കൺസിഡറബിളി ബെയറിഷ് മൂവ്മെന്റ് ആയിട്ട് എടുക്കും. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 126 പോയിന്റ്സ് കൺസിഡറബിളി ബെയറിഷ് ആയിട്ട് നമ്മൾ കാണും. ഇനി നമുക്ക് വരാനുള്ള ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,400 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 24,400. ഇത് ഫിബൊനാച്ചി ലെവലും കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. 24,400 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇതിന് മുകളിലോട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ ഇവിടെ വന്ന് ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് വീണ്ടും സൈഡ് വേസ് പോകുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, നമുക്ക് ഒരു മേജർ സപ്പോർട്ട് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള 24,000 തന്നെയാണ് നമ്മുടെ മേജർ സപ്പോർട്ടായിട്ടുള്ളത്. ഈ സപ്പോർട്ട് ഒരു കീ ലെവലും കൂടിയാണ്. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബെയറിഷ് മൂവ്മെന്റിലോട്ട് കടക്കേണ്ടി വരും മാർക്കറ്റ്. അതുകൊണ്ട് ഈ 24,000 വളരെ ശ്രദ്ധിച്ച് കാണുക. ഇത് സപ്പോർട്ട് 2 ആയിട്ടും കൂടി ആക്ട് ചെയ്യും. ഇനി നമുക്ക് സപ്പോർട്ട് 1 നോക്കാനാണെങ്കിൽ 24,100 ആണുള്ളത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 24,100. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ്. പ്രത്യേകിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് സ്മൂത്ത് മൂവ്മെന്റ് ആയിരിക്കും ഇനി മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെയും ഇവിടെ നിന്ന് 24,100 ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ടൈം ഫ്രെയിം ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ സൈഡ് വേസ് മൂവ്മെന്റ് നടക്കുന്നതായിരിക്കും. ഇങ്ങനെ സൈഡ് വേസ് മൂവ്മെന്റ് നടക്കുന്നതായിരിക്കും. ഈ രണ്ട് സോണിലായിരിക്കും സൈഡ് വേസ് മൂവ്മെന്റ് നടക്കുന്നത്. അല്ലാത്ത പക്ഷം ഇവിടെ താഴെ ബെയറിഷ് ക്യാൻഡിൽ വന്ന് ബെയറിഷ് ബ്രേക്ക് ഔട്ട് നടക്കണം, അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നടക്കണം. അല്ലാത്ത വട്ടം നമുക്ക് നോക്കാനുള്ള സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഞാൻ പ്രൊഫഷണൽ രീതിയിൽ അനാലിസിസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്കും അനാലിസിസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ കോഴ്സിന്റെ പേര് AI ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ്. ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ വന്ന് പഠിക്കാം. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് ഉണ്ടാവും. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടാവും. സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക്, നിങ്ങളുടെ അനാലിസിസ് അനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ പഠിപ്പിച്ചു തരും. സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ടാവും. ഇപ്പോൾ അഥവാ ഓഫ്ലൈനോ ഓൺലൈനോ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള സമയമില്ലെങ്കിൽ നമുക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. പിന്നെ ബോണസ് ആയിട്ട് ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ 9999 ടോട്ടലി ഫ്രീ ആയിട്ട് ഈ കോഴ്സിന്റെ ഒപ്പം നൽകുന്നുണ്ട്. ബോണസ് 2 റിസ്ക് മാനേജ്മെന്റ് മോഡ്യൂൾ 5999 നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. മണി മാനേജ്മെന്റ് മോഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ട്രേഡിംഗ് ചെയ്യുമ്പോൾ എത്ര ഭാഗം വെക്കണം, എത്ര ഭാഗം നമ്മൾ ഒരു കൺസർവേറ്റീവ് ആയിട്ട് വെക്കണം, എന്നാലേ എത്ര നമുക്ക് തിരിച്ചു കിട്ടും, ഇതൊക്കെ മണി മാനേജ്മെന്റ് മോഡ്യൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇക്വിറ്റി ട്രേഡിംഗ് മോഡ്യൂൾ 9999 കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി, ഇക്വിറ്റി ട്രേഡിംഗ് മോഡ്യൂൾ, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ, ഇതെല്ലാം കൂടി നമുക്ക് വരുന്നത് ഇൻക്ലൂഡിംഗ് GST നോക്കിയാൽ വരുന്നത് 49,554 എന്ന എമൗണ്ട് ആണ്. അത് നമ്മൾ വെട്ടിക്കുറച്ച് എല്ലാവർക്കും അഫോർഡബിൾ ആയ 5898 എന്ന പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതേ സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഏർലി ബേർഡ് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്ന 10 സ്റ്റുഡൻസിന് നമ്മൾ
ഓണം ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ 5898 എന്ന പ്രൈസും വെട്ടിക്കുറച്ച് 4999 ആണ് കൊടുക്കുന്നത്. പിന്നെ GST കൂടി വരുമ്പോഴാണ് 4718 എന്ന പ്രൈസിൽ വരുന്നത്. GST ഉള്ളവർക്ക് ക്ലെയിം ചെയ്യാം, നമ്മൾ ബില്ല് നൽകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ 8870135772 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോഴ്സിനെ കുറിച്ച്, കോഴ്സിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ പറയാം. ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂളിലെ ഫിബൊനാച്ചി അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, പിന്നെ ഓൾ ദ പാറ്റേൺസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാൻഡിൽസ്റ്റിക്, പ്രൈസ് ആക്ഷൻ, അനട്ടോമി, കാൻഡിൽ അനട്ടോമി, പിന്നെ പലതരം ട്രേഡിംഗ് സ്ട്രാറ്റജി, സ്ട്രാങ്കിൾ, ഇതെല്ലാം കവർ ചെയ്യുന്ന AI ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. AI കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ AI നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ ടെക്നിക്കൽ അനാലിസിസ് മാനുവലി ചെയ്യുന്നതിൽ AI ഉപയോഗിച്ച്, ChatGPT മാത്രമല്ല കേട്ടോ, വേറെ നിങ്ങൾ ChatGPT ആണെന്ന് വിചാരിക്കരുത്, വേറെ നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്, അതും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്താണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഓഫർ ഗ്രാബ് ചെയ്യുക. അധികം നാളത്തേക്ക് ഈ ഓഫർ ഉണ്ടാവില്ല, ഓണം ഓഫറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 4718 നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മളുടെ പാരലൽ ചാനൽ, ബെയറിഷ് പാരലൽ ചാനൽ ബ്രേക്ക് ഔട്ട് അപ്വേർഡ് നടന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബെയറിഷ് ചാനൽസ്, ബെയറിഷ് ട്രയാങ്കിൾ പാറ്റേൺസ്, ഇതൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അപ്വേർഡേ ബ്രേക്ക് ഔട്ട് ആവുള്ളൂ, താഴോട്ടായിരിക്കില്ല. കൂടുതൽ ചാൻസസ് അപ്വേർഡ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം, നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയിലെ ഗ്യാപ്പ് ഫോർമേഷൻ ആണ്. ഞാനിതൊന്ന് മാർക്ക് ചെയ്തോട്ടെ. ഈ ഗ്യാപ്പ് ഏകദേശം 83 പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ, 83 പോയിന്റ്സ്. ഓക്കെ. പിന്നെ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 57,783 നമ്മുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ വന്നിരിക്കുന്നത് 57,783.75 പ്ലസ് 269 പോയിന്റ്സ് അപ്പ്. കൺസിഡറബിളി ബുള്ളിഷ് ആയിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി. അത് കഴിഞ്ഞ് സൈഡ് വേസ് ആണെങ്കിലും ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റ് പെർഫോം ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്തെ 269 നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കാണിച്ചത്. ഇതിനകത്ത് 83 പോയിന്റ്സ് ഗ്യാപ്പും കൂടി ഉണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ലെവൽ പറഞ്ഞിരുന്ന 57,900, നേരത്തെ വീഡിയോസ് കണ്ടാൽ മതി. 57,900 എന്ന ലെവല് മാർക്കറ്റ് കറക്റ്റ് റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നെ താഴ്ത്തോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അതും വളരെ അധികം എടുത്തു കാണേണ്ട കാര്യമാണ്. അതായത് ഇവിടം കൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്ന ലെവല്, ആ ഒരു സൈഡിൽ വന്ന് മാർക്കറ്റ് സൈഡ് ബേസ് ചെയ്ത് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ ഇനി നോക്കാനുള്ളത് നെക്സ്റ്റ് മെയിൻ റെസിസ്റ്റൻസ്, അതായത് ഒരു നല്ലൊരു ബുള്ളിഷ് റാലി തുടങ്ങാനുള്ള ഒരു മേജർ റെസിസ്റ്റൻസും കൂടിയാണ് ഇത്. 58,000 ആയിട്ട് വരും. ഇന്നത്തെ ഏറ്റവും മുകളിൽ പോയ ലെവലും കൂടിയാണ് 58,000. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ലെവൽ ഇനി ബ്രേക്ക് ഔട്ട് ആണ്. അത് നല്ല ബുള്ളിഷ് എൻഗൾഫിങ്ങോ ഹാമറോ നല്ല മർബോസോ ഒക്കെ ഫോം ചെയ്ത് നല്ലൊരു ബുള്ളിഷ് ഈ 58,000 ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ നിന്നൊരു ചെറിയ റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും അങ്ങനെ മൂവ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളത് 83 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനുള്ള ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 57,500 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 57,500 എടുക്കാനുള്ള ഒരു ഗോളും കൂടിയുണ്ട്. ഈ ഗ്യാപ്പ് ക്ലോസിംഗ് ലെവലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 57,500 സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. 57,500 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 57,300 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം 57,300. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ രണ്ട് സപ്പോർട്ടും ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. 57,300 ബ്രേക്ക് ഔട്ട് ആയാൽ പിന്നെ നമുക്ക് താഴെ ഒരു ലെവലും കൂടിയുണ്ട്. പക്ഷെ അത്രയും മൂവ്മെന്റ് ഇൻട്രാഡേയിൽ നടക്കില്ല. മിക്കവാറും 57,300 അവിടെ വരെ മാർക്കറ്റ് പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ച് റീട്രേസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ 57,300 നമ്മൾ വളരെയധികം കാണണം, റെസ്പെക്ട് ചെയ്യണം. കാര്യം മാർക്കറ്റ് ഇതിനു മുമ്പും പലതവണ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ 57,500 കേസ് ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ലെവലാണ്. മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഈസിലി 83 പോയിന്റ്സ് ഗ്യാപ്പ് ഫിൽ ആവുന്നതായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ സെക്ടോറിയൽ ആൻഡ് ഇൻഡിസസ് പെർഫോമൻസും ഗെയിനേഴ്സും ലൂസേഴ്സും ഒക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നിരിക്കുന്നത് കൊടാക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, JSW സ്റ്റീൽ, അൾട്രാ സിമെന്റ്കോ, HDFC ലൈഫ്, SBI ലൈഫ്, ഇൻഡിഗോ, ടാറ്റ സ്റ്റീൽ, ICICI ബാങ്ക്, SBN, ഗ്രാസിം എന്നിവയൊക്കെയാണ് ലൂസേഴ്സ് ലിസ്റ്റിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് ഭാരതി എയർടെൽ ആണ്. അതിന്റെ തൊട്ടു പുറകെ പവർ ഗ്രിഡ്, ഇൻഫി, LT, നെസ്ലെ ഇന്ത്യ എന്നിവയൊക്കെയാണ്. ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കണമെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ അത് നമ്മുടെ നിഫ്റ്റി 50യിൽ നോക്കിയാലും കൊടാക് ബാങ്ക് കാണാം. കാരണം കൊടാക് ബാങ്ക് നല്ലൊരു പെർഫോമൻസ് ആണ് കാണിച്ചത്. 3.76% ആണ് അപ്പ് മൂവ്മെന്റ് കൊടാക് ബാങ്ക് മൂവ് ചെയ്തത്. അതിന്റെ തൊട്ടു പുറകെ
ആക്സിസ് ബാങ്ക്, PNB, ബാങ്ക് ഓഫ് ബറോഡ, ICICI, കാനറ, SBI, യൂണിയൻ ബാങ്ക് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് AU ബാങ്ക് ആണ്. അതിനാലും കുറവ് ഇൻഡസ് ബാങ്ക്, അതിന്റെ തൊട്ടുപുറകെ IDFC ഫസ്റ്റ് ബാങ്ക്, യെസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക് എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇൻഡിസസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ്, നിഫ്റ്റി 50 ഞാൻ പറഞ്ഞു ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് നടത്തിയത്. അത് ബാക്കി എല്ലാ സെക്ടേഴ്സും ഒരു 0.3 പിന്നെ 0.17 ഒക്കെയാണ് മൂവ് ചെയ്തത്. എടുത്തു പറയാനുള്ള നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആണ്, വലിയ ബുള്ളിഷ് ഇല്ലെങ്കിലും 0.81 ഒരു 1% അടുത്ത് ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചിരുന്നു. ബാക്കിയെല്ലാം ഏകദേശം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് എന്ന് പറയണം. സെക്ടോറിയൽ പെർഫോമൻസിൽ ഇന്നും നിഫ്റ്റി മെറ്റൽ നല്ലൊരു പെർഫോമൻസ് ആണ് നൽകിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നിഫ്റ്റി IT ഒരു ബെയറിഷ് മൂവ്മെന്റ് നടത്തി. പിന്നെ ഒരു കുറച്ചും കൂടി 1% മുകളിൽ എടുത്ത് പറയാനുള്ളത് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി കെമിക്കൽ, നിഫ്റ്റി സിമെന്റ്, ഇതൊക്കെ നല്ലൊരു പെർഫോമൻസ് ഇന്ന് കാണിച്ചു. ബാക്കിയെല്ലാം സൈഡ് വേസ് മൂവ്മെന്റ് ആണ് കൂടുതലും നടന്നത് സെക്ടോറിയൽ പെർഫോമൻസിൽ. ഓക്കെ, ഇനി ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ഫിൻ നിഫ്റ്റിയിലോട്ട് കിടക്കാം. ഫിൻ നിഫ്റ്റിയിൽ ഞാൻ ഓൾറെഡി ഒരു W പാറ്റേൺ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. W പാറ്റേൺ ഇന്ന് ആക്ടിവേറ്റ് ആയി, കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ആയി. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഈ ഒരു സൈഡ് വേസ് ബ്രേക്ക് ഔട്ട് ആകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ സൈഡ് വേസ് ബ്രേക്ക് ഔട്ട് ആയാൽ നമുക്കൊരു പുള്ളപ്പ് മൂവ്മെന്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫിൻ നിഫ്റ്റിയിൽ 83 പോയിന്റ്സ് ഗ്യാപ്പോടുകൂടി, ഓക്കെ, ഞാനിവിടെ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി വരക്കാം. ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആയി 83 പോയിന്റ്സ് ഗ്യാപ്പോടുകൂടി. ഒരു ഗ്യാപ്പ് അപ്പ് ആണ് നടന്നത്. 83 പോയിന്റ്സ് ഗ്യാപ്പ് ഞാൻ മെഷർ ചെയ്ത് കാണിക്കുകയാണ്. 83 കണ്ടോ, 83 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പും കൂടി ഒന്ന് വരച്ചിട്ടോട്ടെ. 83 പോയിന്റ്സ് നമുക്ക് നോക്കാനുള്ളത് ഈ 83 പോയിന്റ്സ് ഗ്യാപ്പിന്റെ മൂവ്മെന്റ് ആണ്. കാര്യം ഗ്യാപ്പ് എപ്പോഴും ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് മാർക്കറ്റ് അത് ക്ലോസ് ചെയ്യാൻ താഴത്തോട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ W പാറ്റേൺ പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ W പാറ്റേൺ ആക്ടിവേറ്റും ആയിട്ടുണ്ട്. ആക്ടിവേറ്റിംഗ് പൊസിഷൻ ആണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് 26,318 എന്നുള്ളത്. അതാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇന്നിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ലെവൽ എന്ന് പറയുന്നത് 26,386 എന്ന ലെവലാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 26,386.75 പ്ലസ് 139 പോയിന്റ്സ് അപ്പ്, 0.53% അപ്പ് മൂവ്മെന്റ്. ഗ്യാപ്പോട് കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്ര വലിയ മൂവ്മെന്റ് അല്ല, എന്നാലും 139 പോയിന്റ്സ് നമുക്ക് കൺസിഡറബിളി ബുള്ളിഷ് മൂവ്മെന്റ് ആയിട്ട് എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 139 നല്ലൊരു മൂവ്മെന്റ് ആണ്. പക്ഷേ 83 പോയിന്റ്സ് ഗ്യാപ്പോട് കൂടിയാണെന്ന് ഓർക്കണം. ഇത് വെച്ച് നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ നോക്കണമെങ്കിൽ 26,500 ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇൻട്രാഡേ 26,500, 26,200 നമ്മുടെ ഗ്യാപ്പ് ക്രൂസിംഗ് ലെവൽ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. 26,200 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 26,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 26,000 ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ടും ആക്ട് ചെയ്യും. ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്, ഇത് ഇൻട്രാഡേയിൽ മേജർ സപ്പോർട്ടും കൂടിയാണ്. വളരെയധികം ശ്രദ്ധിച്ച് കാണുക. അപ്പൊ ഇവിടെയും 83 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ 83 പോയിന്റ്സ് കുറച്ച് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യാൻ ചാൻസ് ധാരാളം കൂടുതലുണ്ട്. അതായത് 26,200 നിന്ന് നോക്കേണ്ടത് ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻസ് ആണ്. 1 അവർ ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ 1 അവർ ടൈം ഫ്രെയിമിൽ 26,500 അവിടെ 1 അവർ കാൻഡിൽ ഫോർമേഷൻ ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് അപ്വേർഡ് കിട്ടും. അതേസമയം ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ, അതായത് ഒരു ഹാമർ, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ ഇവിടെയാണ് ഈ 83 പോയിന്റ്സ് കഴിഞ്ഞ് വരണമെങ്കിൽ ഓർത്തോളണം ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ക്യാൻഡിൽസിന്റെ ഫോർമേഷന്റെ അനുസരിച്ച്. കാര്യം ഓൾറെഡി ഇവിടെ നമ്മൾ വരച്ചിരുന്ന W പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയി. ഇതായിരുന്നു നമ്മൾ വരച്ചിരുന്ന W പാറ്റേൺ. അത് കംപ്ലീറ്റ്ലി ഇന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇനിയുള്ള മൂവ്മെന്റ്സ് നോക്കാൻ. പ്രത്യേകിച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതും വളരെ ശ്രദ്ധിച്ച് വേണം മൂവ്മെന്റ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കിടക്കാം. അപ്പൊ സെൻസെക്സ് മറ്റ് മാർക്കറ്റിനെ കമ്പാരിറ്റീവ്ലി നോക്കാൻ നേരത്ത് ഒരു നല്ല പെർഫോമൻസ് ആണ് കാണിച്ചത്. സെൻസെക്സ് ബെയറിഷ് മൂവ്മെന്റ് ആണെങ്കിൽ കൂടി സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 150 to 1000 പോയിന്റ്സ് ആണെന്ന് അറിയാലോ. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഇന്നത്തെ ഈ ബെയറിഷ് മൂവ്മെന്റ് കൺസിഡറബിളി ഒരു സൈഡ് വേസ് ആയിട്ട് സെൻസെക്സിന് എടുക്കാൻ പറ്റുള്ളൂ. ഒരു എന്തിട്ടാണ് ചെറിയ ബെയറിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. ആദ്യമേ തന്നെ ക്ലോസിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 77,472 എന്ന ലെവലിലാണ് ഇന്ന് വെനസ്ഡേ ക്ലോസിംഗ്
സെൻസെക്സ് നടത്തിയ. പിന്നെ ഓർക്കുക, നാളെ സെൻസെക്സ് എക്സ്പയറി ആണ്. കോൺട്രാക്ട്സ് ഓപ്പൺ ആയിട്ടുള്ളവർ ഓർത്ത് സെൻസെക്സ് ക്ലോസ് ചെയ്യാൻ ഓർത്തിരിക്കുക. അത് മാത്രമല്ല, ഇവിടെ സെൻസെക്സിന് ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ഇവിടെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാപ്പാണ്. പക്ഷേ ഈ ഗ്യാപ്പ് ഇതുവരെ ഫിൽ ആയിട്ടില്ല. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് നോക്കേണ്ട. ഗ്യാപ്പ് ഏകദേശം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെഷർ ചെയ്തായിരുന്നു. ഏകദേശം 280 250 ആ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഒരു 250 പോയിന്റ്സ് ഗ്യാപ്പ്. നേരത്തെ 280 ഉണ്ടായിരുന്നു. അതിപ്പോൾ മാർക്കറ്റ് പതുക്കെ പതുക്കെ സൈഡ് വേസ് ഒക്കെ ചെയ്ത് ഇപ്പൊ 250 പോയിന്റ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇത് വെച്ച് നമ്മുടെ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 77,800 നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 77,800 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇൻട്രാഡേയിൽ ആക്ട് ചെയ്യും. ഈ 77,800 ബ്രേക്ക് ഔട്ട് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു അപ്വേർഡ് ബുള്ളിഷ് റാലി നമുക്ക് സെൻസെക്സിൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ താഴെ നോക്കാനുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് കാര്യം. ബെയറിഷ് മൂവ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള ലെവൽസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ, ഞാനിവിടെ ആദ്യമേ പറഞ്ഞു ഇത് മേജർ റെസിസ്റ്റൻസ് ആണെന്ന്. പിന്നെ ഉള്ളത് നമ്മുടെ റെസിസ്റ്റൻസ് 2 ആയ 78,000. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യാം 78,000. കറക്റ്റ് എടുത്തോട്ടെ, 78,000. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് സെൻസെക്സിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇടയിലുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട് 77,800. അത് നമുക്ക് ആദ്യം കടക്കേണ്ട കടമ്പയാണ്. ഓക്കെ, എന്നാൽ മാത്രമേ ഈ 78,000 നോക്കേണ്ട കാര്യമുള്ളൂ. കാര്യം അത് ബ്രേക്ക് ഔട്ട് ആയാലാണ് നല്ലൊരു കൺഫർമേഷൻ ബുള്ളിഷ് പറയാൻ പറ്റുള്ളൂ. കൂടുതലും ചാൻസസ് ഈ 78,000 മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനാണ്. അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട്, അതായത് ഇവിടം വരെ പോയിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ഔട്ട് നടത്തുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. അഥവാ മാർക്കറ്റ് താഴത്തോട്ടാണ് പോണെങ്കിൽ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ് 77. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 77,200 അതായിരിക്കും ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് നോക്കാനുള്ള. ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തോട്ടെ, 77,200. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 77,400 ആയിരിക്കും. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സപ്പോർട്ടിലേക്ക്, അതായത് താഴെയുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് സപ്പോർട്ടിലേക്ക് മൂവ്മെന്റ് തുടങ്ങുന്ന ലെവലായിരിക്കും. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്യാം 77,400. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഫ്കോഴ്സ് ഇവിടെ ഒരു ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയി, ഇത് സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലെവൽസ്. ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് 78,000 ബ്രേക്ക് ഔട്ട് ആയ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടും. 77,800 മേജർ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെയും ഈ സെയിം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ഈ 78,800 അവിടെ വന്നിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു മർബോസു അല്ലെങ്കിൽ മർബോസു ബെയറിഷ്, നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ, അല്ലെങ്കിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ ഫോം ചെയ്താണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ തുടങ്ങണമെന്ന്. പിന്നെ സപ്പോർട്ട് 1 വരുന്നത് 77,400. അതായിരിക്കും താഴത്തോട്ട് മൂവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സിഗ്നൽ. ഇവിടെ നിന്ന് ഈ 77,400 ബ്രേക്ക് ഔട്ട് ആവും. അതിനുശേഷം പിന്നെ നോക്കാനുള്ളത് 77,200 ആണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും മൂവ്മെന്റ്സ് തന്നെ 280 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ 77,200ഉം 77,400ഉം എടുത്തു നോക്കേണ്ട ലെവൽസ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, അഥവാ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലാതെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ ഈ 250 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ വരുന്നുണ്ടെന്ന് മാർക്കറ്റ് ക്യാൻഡിൽസ് വെച്ച് നോക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും റിസ്കി പൊസിഷനിലാണ് സെൻസെക്സ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അനാലിസിസ് പഠിക്കാനും പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനറ്റോമി, പാറ്റേൺസ്, പിന്നെ പ്രൈസ് ആക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ആക്ഷനിൽ തന്നെ വരുന്ന വേറെ കാറ്റഗറീസ് ആയ സ്ട്രാറ്റജീസ്, സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, ഇതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനാണ് നമ്മുടെ കോഴ്സിലുള്ളത്. കോഴ്സിൽ ഇപ്പോൾ AI കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓണം ഓഫർ ഉണ്ട്, മിസ്സാകാതെ നോക്കുക. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. ഡയറക്റ്റ് കോളിൽ എന്നെ കിട്ടില്ല. കാര്യം പുറത്തുള്ള എൻ്റെ സ്റ്റുഡൻസിനും കോൺടാക്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വാട്സാപ്പ് കോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഓഫർ തീരുന്നതിന് മുമ്പ് നമ്മുടെ കോഴ്സ് ഗ്രാബ് ചെയ്യാൻ നോക്കുക. അടുത്ത ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ ഇൻട്രാഡേ അനാലിസിസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ഞാൻ എപ്പോഴും
ഹെൽപ്പ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു തിരുവോണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിട. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.